ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഓൾ റൗണ്ട് മീഡിയ. പുതിയ വാർത്തകൾക്കും സംഭവങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വാർത്തകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ പ്രതിസന്ധിയിലായത് ദിലീപിനെ നായകനാക്കി പ്രഖ്യാപിച്ച സിനിമകളുടെ അണിയറ പ്രവർത്തകരും രാമലീല എന്ന പുതിയ സിനിമ പ്രൊഡക്ഷൻ ജോലികൾ കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും റിലീസിംഗ് ഡേറ്റ് വൈകുകയാണ്. ജൂലൈ 7-ന് ചിത്രം റിലീസിന് എത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ ജൂലൈ 21-ലേക്ക് റിലീസ് മാറ്റുകയായിരുന്നു. എന്നാൽ അന്നും ചിത്രം റിലീസിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. ദിലീപ് അറസ്റ്റിലായതോടെ ചിത്രം സ്വീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ചിത്രം ഓഗസ്റ്റ് ആദ്യവാരം തിയേറ്ററിലെത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്നതെന്നാണ് ദിലീപ് ഓൺലൈനിലൂടെ ആരാധകർ വ്യക്തമാക്കുന്നത്. സിനിമയുടെ മിക്സിംഗ് ജോലികൾ എറണാകുളത്ത് പൂർത്തിയായി വരുന്നു എന്നും കേൾക്കുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരം ചിത്രം റിലീസ് ചെയ്യുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പുതിയൊരു പ്രശ്നം വന്നത് ഇതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നാണ്. കാരണം രാമലീലയുടെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം വിതരണത്തിനെടുത്ത തമിഴ് ചിത്രം വിവേകം റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 10-നാണ്. രണ്ട് സിനിമകളും ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ്. അജിത് ചിത്രം വിവേകത്തിൻ്റെ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്കാണ് ടോമിച്ചൻ മുളകുപാടം സ്വന്തമാക്കിയത്. 10 കോടി രൂപയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു തമിഴ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തുന്നത്. രാമലീലയുടെ മുടക്ക് മുതൽ 12 കോടിയിലധികമാണ്. ഓഗസ്റ്റ് 10-ന് റിലീസ് ചെയ്യുന്ന വിവേകം 250ഓളം തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ രാമലീലയ്ക്കും വൈഡ് റിലീസാണ് ആവശ്യം. ഈ ചിത്രവും ലക്ഷ്യം വെക്കുന്നത് 250-ൽ കുറയാത്ത സ്ക്രീനുകളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളും തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ വളരെ കുറവാണ്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെയാണ് ഈ യുവ സംവിധായകൻ. അരുൺ ഗോപി എന്ന സംവിധായകന്റെ 4 വർഷത്തെ കഷ്ടപ്പാടാണ് രാമലീല എന്ന ചിത്രം. ചിത്രത്തെ പ്രേക്ഷകർ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് അരുൺ ഗോപൻ ഉള്ളത്. സിനിമയെ പ്രേക്ഷകർ സിനിമയായി തന്നെ കാണുമെന്നും അരുൺ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത് റെക്കോർഡിട്ട രണ്ടാം ടീസർ. ദിലീപിനെതിരായ പ്രതിഷേധം ശക്തമാകുമ്പോഴായിരുന്നു ചിത്രത്തിന്റെ രണ്ടാമത്തെ ടീസർ പുറത്തു വന്നത്. ദിലീപിന്റെ നിലവിലെ സാഹചര്യങ്ങളോട് സമാനതയുള്ള ടീസറിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് ടീസർ വൈറലായത് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാർത്തകൾ ഷെയർ ചെയ്യുക.